എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് നല്ല പഞ്ഞി പോണക്കത്ത് നെയ്യപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ശർക്കര പാവ് കാച്ചി വെക്കണം. ഞാൻ 250 ഗ്രാം ശർക്കരയാണെങ്കിൽ അത്ര തന്നെ വെള്ളം വെച്ചാണ് കാച്ചി എടുക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ശർക്കരപ്പാവിലാണ് ഈ അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി മതി, ഒരു നൂൽപ്പരുവം വേണ്ട. നമുക്ക് പിന്നെ വേണ്ടത്, ഞാൻ 2 കപ്പ് പച്ചരിയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ശർക്കരപ്പാനിയെല്ലാം ഞാൻ അരിച്ചു വെച്ചേക്കുവാണ്. 2 കപ്പ് പച്ചരി, പിന്നെ നമ്മൾ അരിച്ചു വെച്ച ശർക്കര, പിന്നെ ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി, അതായത് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി. നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമുക്ക് ഇതാദ്യം ഒരു മിക്സി എടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. 2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. 3 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഇത് അരച്ചെടുക്കാനുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ശർക്കര പാനിയിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്, അല്ലാതെ വെള്ളത്തിലല്ല. പിന്നെ വേണ്ടത് ഏലക്കയാണ്. ഞാനൊരു 4 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് ഇത്രയും അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു പരുവത്തിൽ ചെറിയൊരു തരി വേണം. ഈ ഒരു പരുവത്തിൽ നമ്മൾ അരച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ 1/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. അതായത് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക നന്നായിട്ട്. അപ്പോൾ നമ്മുടെ കൂട്ടെല്ലാം നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നാൽ ഒരുപാട് ലൂസും ആകൽ, എന്നാൽ ഒരുപാട് തിക്കും ആകൽ. അതിനകത്തോട്ട് നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം. പണ്ടൊക്കെ നെയ്യപ്പം കംപ്ലീറ്റ് നെയ്യിലായിരുന്നു ചുട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ, വെറും 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചേക്കുന്നത്, ഞാൻ നേരത്തെ വറുത്ത് വെച്ചേക്കുന്നതാണ് തേങ്ങാക്കൊത്ത്, പിന്നെ കറുത്ത എള്ള്, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക്. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മൾ നെയ്യപ്പത്തിന് കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് ലൂസും ആകല്, എന്നാൽ ഒരുപാട് തിക്കും ആകല്. അപ്പോൾ നമുക്കിനി പാൻ വെച്ചിട്ട്, ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇരുമ്പ് ചീനച്ചട്ടിയാണ് വെച്ചേക്കുന്നത്. അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നെയ്യപ്പത്തിനുള്ള ബാറ്ററും നമ്മുടെ ചീനച്ചട്ടിയിൽ എണ്ണയും ഒക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓരോ ചെറിയ തവിയായിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച്, ഒരു പകുതി, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ല എണ്ണ, ചീനച്ചട്ടി ആദ്യം നന്നായിട്ട് ചൂടായിട്ട് വേണം ഇത് ഒഴിക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെറുതീയിൽ വേണം നെയ്യപ്പം വേവിച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതിനകം വേഗത്തില്ല. നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഒരു 1 സൈഡ് ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് ഇത് പെട്ടെന്നാകും. അപ്പോൾ അതുകൊണ്ട് കഴിവതും ചെറു തീയിൽ തന്നെ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ അതിൻ്റെ 2 സൈഡും ആയി വരുന്നുണ്ട് ഏകദേശം. നമ്മുടെ നെയ്യപ്പം ഇപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഈ ഗോതമ്പ് പൊടി ചേർക്കുമ്പോൾ ഇത് നല്ല പഞ്ഞി പോലാകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഒന്ന് ചേർത്താൽ മതി. അതായത് 2 കപ്പ് പച്ചരിക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി. നല്ല പഞ്ഞി പോണക്കത്തെ നെയ്യപ്പം കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കി മാവും കൂടെ ഓരോന്നായിട്ട് ഇങ്ങനെ കോരി ഒഴിച്ച് ചുട്ടെടുക്കാം നെയ്യപ്പം. ഒരു 15 മുതൽ 20 വരെ നമുക്ക് 2 ഗ്ലാസ് അരിക്ക് കിട്ടും, ചെറിയ നെയ്യപ്പം ഉണ്ടാക്കുന്നെങ്കിൽ. അങ്ങനെ നമ്മുടെ നെയ്യപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, ഞാൻ ഒരുപാട് വലുതല്ല, ഞാൻ ചെറിയ ചെറിയ നെയ്യപ്പമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം സോഫ്റ്റ് ആണോ അല്ലേ എന്നുള്ള കാര്യം. കണ്ടില്ലേ, നല്ല പഞ്ഞി ഉണക്കത്തെ നെയ്യപ്പാണ്. ഭയങ്കര ടേസ്റ്റാണിത്. എല്ലാവരും ഒക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
നമുക്ക് അതായത് ചെറു തീ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അടിപൊളി നെയ്യപ്പം കിട്ടും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.